ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ അമ്പാടി റോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ പാമ്പങ്കാവിൻ്റെ വീഡിയോ. അപ്പോൾ അത് ഡീറ്റെയിലായിട്ട് ഞാനൊന്ന് ചെയ്യണമെന്ന് വിചാരിച്ചു. പാമ്പങ്കാവും ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട്. പാമ്പങ്കാവ് മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ അവിടെ ഉള്ളത്, നമ്മുടെ ഒരു ഭുവനേശ്വരി ക്ഷേത്രമുണ്ട്, അതിനോടൊപ്പം തന്നെ ഗുരുപ്രേതമുണ്ട്. ഇപ്പോൾ നാഗരാജാവിൻ്റെ നാഗേശ്വരം പ്രതിഷ്ഠ കേട്ടോ ആദ്യം കാണുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചെറിയ പ്രതിഷ്ഠയുണ്ട്, അത് നമ്മളുടെ കരിനാഗ. ഈ നാഗരാജാവിലും നാഗേശ്വരിയിലും കൂടിയാണ് നമ്മുടെ അഞ്ജന മണിനാഗും കൂടിയും സങ്കല്പത്തിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയൊരു ക്ഷേത്രം തന്നെയാണ്, കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടോ, ദീപാരാധനയാണ് കേട്ടോ, വൈകിട്ടാണ് ദീപാരാധന. അപ്പോൾ നമ്മളുടെ തൊഴിലിൻ്റെ സമയത്ത് തന്നെയാണ് ദീപാരാധനയൊക്കെ ഉള്ളത്. കണ്ടില്ലേ, നമ്മുടെ അമ്പലമാണിത് കാണുന്നത് കേട്ടോ. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ പാലക്കൊമ്പും എഴുന്നള്ളിച്ച് കൊണ്ടുവന്നൊക്കെ അവിടെ നിന്ന്. പിന്നെ ഭുവനേശ്വരി ക്ഷേത്രമാണ് തൊട്ടപ്പുറത്ത് കാണുന്നതാണ് നമ്മളുടെ ഗുരുപ്രേതം എന്ന് പറയുന്നത്. നമ്മൾ അതായത് ഭുവനേശ്വരീനെ ആ സമയത്ത് ആരാധിച്ചിരുന്ന നമ്മളുടെ ഒരു കാർന്നര്, ആ കാർന്നരുടെ പ്രേതത്തിനെയാണ് കേട്ടോ ഗുരുപ്രേതം എന്ന് പറയുന്നത്. പിന്നെ ആദ്യത്തെ കളമാണ് നമ്മളുടെ കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കളം മാത്രമല്ല, പിന്നെ നമ്മളുടെ എന്താ പറയുക, പഞ്ചവാദ്യവും എല്ലാം ഉണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് ഭൂതക്കളാണ്. ഭൂതക്കളത്തിൽ നമ്മൾ കാലനെ എഴുന്നള്ളിക്കും. കാലനെ നമ്മൾ എഴുന്നള്ളിച്ച് കാലനെ പറഞ്ഞു വിടുന്ന ഒരു ചടങ്ങാണ് കേട്ടോ ഭൂതക്കളം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്ന എല്ലാ ദോഷങ്ങളും അകറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭൂതക്കളം നടത്തുന്നത്. ഇപ്പോൾ ആർക്കെങ്കിലും മൃത്യുഭയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഭൂതക്കളം നടത്തിയിട്ട് കാലനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒഴിച്ചു വിടും. അതാണ് കേട്ടോ ലാസ്റ്റ് കാണുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.